പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ നായർ എന്ന മലയാളി കൂടി ഇപ്പോൾ മരിച്ചിരിക്കുന്നു. ആ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മരണവിവരം ലഭിച്ചതായി ബന്ധുക്കൾ അറിയിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഇപ്പോൾ ആകാശ് ശശിധരന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ബന്ധുക്കൾക്ക് എപ്പോഴാണ് ഈ വിവരം ലഭിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ പാസ്പോർട്ടിന്റെ ഫോട്ടോ അടക്കം പ്രചരിക്കാൻ തുടങ്ങിയത്. നമ്മളിപ്പോൾ ഉള്ളത് മുടിയൂർക്കോണത്തെ വീട്ടിലാണ്. വളരെ വേദനയോട് കൂടിയിട്ടാണ് ഈ ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഈ വാർഡിന്റെ കൗൺസിലറാണ് സൗമ്യ സന്തോഷ്. സൗമ്യയുടെ ഒരു പ്രതികരണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. ഈ ആകാശ് എത്ര കാലമായി അവിടെയായിട്ട്? 8 വർഷമായിട്ട് ആകാശ് കുവൈറ്റിലാണ്. ഇടയ്ക്ക് 2 വർഷത്തിന് മുൻപേ തന്നെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഓഗസ്റ്റ് മാസത്തിൽ ലീവിന് വിവാഹകാര്യവുമായി സംബന്ധിച്ച് വരാനിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചത്. ബന്ധുക്കളെ അവസാനമായി വിളിച്ചത് എപ്പോഴാണ് എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അമ്മ മാത്രമേ ഉള്ളൂ? എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. ഈ പയ്യൻ്റെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയതാണ്. ഇവർ എല്ലാവരും ഡൽഹിയിലായിരുന്നു താമസം. അച്ഛൻ്റെ മരണശേഷം ഈ മരിച്ച പയ്യനും പെങ്ങളും അമ്മയും അടക്കം നാട്ടിൽ വന്നതാണ്. ഈ കുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ മരിച്ചു പോയതാണ്. അമ്മ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്താണ് ഇവരെ രണ്ടുപേരെയും പഠിപ്പിച്ച് വളർത്തിയത്. സഹോദരിയുണ്ട്, സഹോദരി വിവാഹിതയാണ്. അതാണ് പറയാനുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലുള്ള വിവരം ലഭിച്ചു. ഉടൻ തന്നെ ബന്ധുക്കൾ ആ നാട്ടിലെ ആളുകളെ, അവിടെ കുവൈത്തിലുള്ള അടുത്ത സുഹൃത്തുക്കളുമായൊക്കെ ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഏറ്റവും വൈകുന്നേരത്തോടുകൂടി ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ അടക്കം ഈ വിഷയം കൺഫേം ചെയ്തിട്ടുണ്ട്. അതിന് മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നതിനെക്കുറിച്ചൊന്നും വീട്ടുകാർക്ക് ഈ ഒരു ഘട്ടത്തിൽ അറിയില്ല. 8 വർഷമായി അവിടെ തന്നെയായിരുന്നു ആകാശം ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ വേദനയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ നാട് നിൽക്കുന്നത്. അമ്മ അകത്തുണ്ടോ? അമ്മയോട് വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഏതാണ്ട് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ അമ്മയോട് അറിയിച്ചിട്ടുള്ളൂ. അത്ര ഒരു വിവരം മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ ഉള്ളൂ. എന്തായാലും വളരെ വിഷമത്തോടു കൂടി മാത്രമേ നമുക്ക് ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ കൂടുതൽ ആശങ്കയാണ്. മലയാളി എന്നല്ല, മനുഷ്യൻ ആരായാലും മരിക്കുന്ന സമയത്ത് ആശങ്ക തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ നാട്ടിൽ ആകുമ്പോൾ കൂടുതൽ വിഷമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും മറ്റു നടപടിക്രമങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കുവൈത്തുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ. ഉന്മേഷം. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ